ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു സിമ്പിൾ ആൻഡ് ക്യൂട്ട് പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാം. നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന പേപ്പർ ബാഗ്സ് ഇല്ലേ, ബ്രൗൺ കളർ പേപ്പർ ബാഗ്, അതിലൊരെണ്ണം എടുത്തിട്ട് അതിനൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. 4 കോർണേഴ്സ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഒരു ബ്ലാക്ക് പേപ്പർ എടുക്കണം. ഇത് ആക്ച്വലി ഡ്രോയിങ് പേപ്പറാണ്. ഡ്രോയിങ് പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല, സാധാ ക്രാഫ്റ്റ് പേപ്പർ ഇല്ലേ ബ്ലാക്ക് കളറിൽ. എൻ്റെ അടുത്ത് ഇതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തതേ ഉള്ളൂ. സാധാ ക്രാഫ്റ്റ് പേപ്പർ എടുത്താൽ മതി. എന്നിട്ട് അതിനെ നടുക്കുന്നൊന്ന് മടക്കി കൊടുത്തു. എന്നിട്ട് നമ്മളൊരു ബ്രൗൺ പേപ്പർ കട്ട് ചെയ്ത് വെച്ചില്ലേ സ്ക്വയർ ഷേപ്പിൽ, അതേ ഷേപ്പിൽ തന്നെ ഒരു കുറച്ച് വലിയ സൈസിൽ ഇതും സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇനി ആദ്യമേ കട്ട് ചെയ്ത് വെച്ച ബ്രൗൺ ഷീറ്റ് ഈ ബ്ലാക്ക് പേപ്പറിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ചെറിയൊരു പാറ്റേൺ പോലെ വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ബ്ലാക്ക് പേപ്പറിൽ പെയിൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഇതൊരു എളുപ്പപ്പണിയായിട്ട് ചെയ്തതേ ഉള്ളൂ. പേപ്പർ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ പേപ്പർ വെച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഒരു വൈറ്റ് ഷീറ്റ് എടുക്കണം. ഒരു ഡ്രോയിങ് പേപ്പർ എടുത്താലായിരിക്കും ബെസ്റ്റ്, കാരണം ഡ്രോയിങ് പേപ്പറിന് നല്ല കട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും ഈ സ്ക്വയർ ഷേപ്പിൽ സെയിം മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കാർഡ് ബർത്ത്ഡേ തീം ആയതുകൊണ്ട് ആ ബർത്ത്ഡേ തീമിൽ തന്നെ വരുന്ന ഒരു ക്യൂട്ട് ഡ്രോയിങ് ഒക്കെ ചെയ്ത് കൊടുക്കാം വൈറ്റ് പേപ്പറിൽ. ഞാനൊരു ബർത്ത്ഡേ കേക്കാണ് ചെയ്യുന്നത്, സ്ട്രോബെറി ഫ്ലേവേർഡ് കേക്ക്. അതിൻ്റെ മുകളിലൊരു കുഞ്ഞ് ക്യൂട്ട് ടെഡി ബെയർ ക്യാൻഡിലൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന ഒരു ഇമേജാണ് വരയ്ക്കുന്നത്. ഇനിയിപ്പോൾ വരയ്ക്കാൻ മടിയുള്ളവരാണെങ്കിലോ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലോ നിങ്ങൾക്ക് ട്രേസ് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ല. ഒരു ഇമേജ് ട്രേസ് ചെയ്ത് എടുത്താൽ മതി. ഇനി ഞാൻ ഒരു ബ്ലാക്ക് ജെൽ പെൻ എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി ആദ്യം വരച്ച ഈ പെൻസിലിൻ്റെ മാർക്കൊക്കെ ഒന്ന് മായ്ച്ചു കളയാം. ഒരു നീറ്റ് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ ഇനി കളറും ചെയ്യുന്നുണ്ട്. ഇനി ഈ ഡ്രോയിങ് ഒന്ന് കളർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കളർ പെൻസിൽസാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പേര് പ്രിസ്മ കളർ പ്രീമിയർ എന്നാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഈ കളർ പെൻസിലിന് ഒരു പ്രത്യേകതയുണ്ട്. 2 കളേഴ്സ് ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതൊരു വാക്സ് ടെക്സ്ചറുള്ള കളർ പെൻസിൽസാണ്. കളേഴ്സ് എല്ലാം നല്ല വൈബ്രൻ്റ് ആണ്. 3 ലെയറിലായിട്ട് കളർ പെൻസിൽസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് എക്സ്പെൻസീവാണ്, പക്ഷെ നല്ലതാണ്. അപ്പോൾ ഈ ഇമേജ് എല്ലാം ഒന്ന് കളർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പെർമനൻറ്റ് മാർക്കർ എടുത്തിട്ട്, സാധാ മാർക്കർ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ വരില്ല, കാരണം അതൊരു വാക്സ് ടെക്സ്ചറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു പെർമനൻറ്റ് ബ്ലാക്ക് കളർ മാർക്കർ എടുത്തിട്ട് ഒരു ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക, കുറച്ചും കൂടെ ഒരു ഫിനിഷ് വരാൻ വേണ്ടിയിട്ട്. ഇനി ഈ കേക്കിൻ്റെ ഡ്രോയിങ് ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറച്ചൊരു വൈറ്റ് പേപ്പർ കാണുന്ന പോലെ ഗ്യാപ്പ് ഇട്ടെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു കാർട്ടൂണിഷ് ഒരു സ്റ്റിക്കർ പോലെ ഒരു ലുക്ക് കിട്ടും. ഇനിയാണ് മെയിൻ ടെക്നിക്ക് ചെയ്യേണ്ടത്. ഈ കേക്കിൻ്റെ ഒരു സ്ലൈസ് പോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ആ കട്ട് ചെയ്യേണ്ട പാർട്ട് ഒരു റെഫറൻസിന് വേണ്ടി ഞാൻ പെൻസിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഇനി ആ കേക്കിൻ്റെ അതേ അളവിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വൈറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ കട്ട് ചെയ്ത പീസും കേക്കിൻ്റെ ബോർഡറും ഒരു മാർക്ക് ചെയ്ത് വെക്കുക വൈറ്റിൽ. എന്നിട്ട് ഈ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, കേക്കിൽ നിന്ന് കട്ട് ചെയ്ത പീസ്, അതിൻ്റെ ഒരു സൈഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക.
ഈ പേപ്പറാണ് നമ്മൾ കേക്കിൻ്റെ ഉള്ളിൽ നിന്ന് സ്ലൈഡ് ചെയ്ത് വരുന്നത് പോലെ വെക്കാൻ പോകുന്നത്. ഇനി നമുക്കൊരു ചെറിയ പണി കൂടെയുണ്ട്. ഈ കട്ട് ചെയ്ത പീസിൻ്റെ ഉള്ളിൽ കുറച്ച് ഇമേജ് വരച്ചു കൊടുക്കണം. അതായത് കേക്ക് കട്ട് ചെയ്യുമ്പോൾ അകത്തുള്ള ഡിസൈനും ആ പീസ് ലെയേഴ്സൊക്കെ കാണുമല്ലോ, അപ്പോൾ അതൊന്ന് വരച്ചു കൊടുക്കുക. ഇനി ഇതിന് കുറച്ചും കൂടെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് സൈഡിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു എൻ്റെ അടുത്തൊരു ചെറിയ റെഡ് കളർ റിബൺ ഉണ്ടായിരുന്നു, അതും ഒന്ന് ആ ഹോളിൽ കൂടെ കെട്ടി കൊടുത്തു. കാരണം നമ്മൾ ആ സ്ട്രിങ് പിടിച്ച് വലിക്കുമ്പം ഓപ്പണായി വരുന്നത് പോലെ വരാൻ വേണ്ടിയിട്ട് ഒന്ന് ക്യൂട്ടായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. പിന്നെ ആ റിബൺ ഒന്ന് കേൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഗിഫ്റ്റ് ഷോപ്പിലൊക്കെ പോകുമ്പം അവിടുത്തെ ഷോപ്പ് കീപ്പേഴ്സ് റിബൺ ഇങ്ങനെ സിസർ വെച്ച് കേൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അതേ സംഭവം. ഇനി നമുക്ക് ഈ മെയിൻ കാർഡിൽ ആ സ്ലൈസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് ഹോൾ ഇട്ട് കൊടുക്കണം. എന്നാലേ നമ്മളുടെ ഈ സ്ലൈഡിങ് പേപ്പർ അതിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഹോളിട്ടതിന് ശേഷം അതിനകത്തേക്ക് കയറ്റി വെക്കുക. എന്നിട്ട് ആ വൈറ്റ് പോർഷൻ വരുന്നിടത്ത് നിങ്ങൾക്ക് എന്താ എഴുതണ്ടേന്ന് വെച്ചാൽ എഴുതാം. ഇത് ബർത്ത്ഡേ തീം ആയതുകൊണ്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പെൻ വെച്ച് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണേലും എഴുതാം. ലൈക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് ഫ്രണ്ട് പേജിൽ എഴുതിയിട്ട് അകത്ത് വേറെ എന്തെങ്കിലും കൂടി എഴുതാം നിങ്ങൾക്ക്. ഇത്രയേ ഉള്ളൂ സംഭവം. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചതിനെ കുറച്ചും കൂടി ഭംഗിയാക്കണമെങ്കിൽ ആക്കാം. എൻ്റെ അടുത്ത് കുറച്ച് ചെയിൻ ബീഡ്സ് ഉണ്ടായിരുന്നു, സിൽവർ ബീഡ്സ്, അത് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ കാർഡ് റെഡിയായി കഴിഞ്ഞു. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുന്നവർക്ക് പറ്റിയ ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ താഴെ കമൻസിലും പറയണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.